മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ പറയുന്ന ഏതാണ്ട് സമയത്തിന് തന്നെ ഒന്നാമത്തെ പട്ടികയുടെ പ്യൂരിഫിക്കേഷനും രണ്ടാമത്തെ പട്ടികയുടെ കരടുമായിട്ടുണ്ട് എന്ന് ഇവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് സാങ്കേതികമായി ചില ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരുന്നു. അതായത് ഈ ലീഗൽ ഹെയർ പോലെ വീടുകളുടെ കാര്യത്തിൽ തന്നെ ഒന്നിലധികം കേന്ദ്രങ്ങളുള്ളത് പോലെ ചില ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വ്യവസായിക സംയുക്തമായി ഇത് വന്നതിന് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച ലോ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവരുടെ യോഗം കൂടിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ ഇന്ന് തന്നെ വരും, അല്ലെങ്കിൽ നാളെ അതിന്റെ ക്ലാരിഫിക്കേഷൻ വരും. അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നാൽ മാത്രമേ DDMക്ക് ആദ്യ ലിസ്റ്റ് പാസ്സാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ലിസ്റ്റ് കരടാണ്. പക്ഷേ ആശങ്കകളില്ലാതാക്കാൻ രണ്ടും കൂടി ഏതാണ്ട് ഒരേ സമയത്ത് പ്രസിദ്ധീകരിച്ചാൽ ആദ്യത്തെ പ്യൂരിഫിക്കേഷനും ആകും, രണ്ടാമത്തേതിന്റെ കരടും ഒരേ സമയം വരാൻ കഴിയും. കരട് വന്നാൽ കരടിന്റെ സാധാരണ കൊടുത്തിട്ടുള്ളതുപോലെ 10 ദിവസം, നേരത്തെ 10 വർക്കിംഗ് ഡേ ആയിരുന്നു, 10 വർക്കിംഗ് ഡേ അല്ല 10 ദിവസം പരാതി ബോധിപ്പിക്കാനും പിന്നെ ഒരു മാക്സിമം 10 ദിവസം സബ് കളക്ടർക്ക് അന്വേഷിക്കാനും. ആദ്യത്തെ പ്യൂരിഫിക്കേഷൻ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു എക്സസൈസ് പൂർണ്ണമായും ചെയ്തുകൊണ്ട് രണ്ടാമത്തെ കുറച്ചുകൂടി ഈസിയാകും. നമ്മൾ തീരുമാനിച്ചത് 2 ലിസ്റ്റും കൂടി ഫെബ്രുവരി പകുതിക്കുള്ളിൽ എന്നാണ്. അത് ആ വിധത്തിൽ തന്നെ വരാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഈ 1-ാം ലിസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.